ശ്രീ പരമേശ്വരന്റെയും പാർവതിയുടെയും വിവാഹം തീരുമാനിപ്പിക്കപ്പെട്ട സമയം ലോകത്തെ സമസ്ത ജീവജാലങ്ങളും ഹിമാലയത്തിൽ സന്നിഹിതരായി. അനുക്രമം വർദ്ധിച്ചു വരുന്ന ഭാരം താങ്ങാതെ ഹിമവാന് സാധിക്കാതെ വന്നു. പർവ്വത ശ്രേഷ്ഠനായ ഹിമവാന്റെ സാനുക്കൾ ചെരിഞ്ഞു തുടങ്ങി. ലോകർ പരിഭ്രാന്തരായി ചമഞ്ഞു. ഹിമാലയ പർവ്വതം കീഴ്പോട്ട് മറിഞ്ഞാലുള്ള അവസ്ഥ അവർണ്ണനീയം തന്നെയാണ്. ദേവകൾ ആശങ്കയോടെ പരസ്പരം നോക്കി. അപ്പോൾ ഗിരിശീനാഥനായ സാക്ഷാൽ പരമേശ്വരൻ അഗസ്ത്യ മുനിയെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ ആജ്ഞാപിച്ചു: അല്ലയോ മാമുനി ശ്രേഷ്ഠ, സർവ്വചരാചരങ്ങളുടെയും ഭാരം താങ്ങുവാനാകാതെ ഹിമവാനിത കീഴ്പോട്ട് മറിഞ്ഞു തുടങ്ങുന്നു. ഈ നില തുടർന്നുവെങ്കിൽ ആ ശ്രേഷ്ഠ പർവ്വതത്തിന് കീഴിൽപ്പെട്ട് ഏവരും മൃതിയെ വരിക്കുന്നതായിരിക്കും. കൂടാതെ ചെരിഞ്ഞു തുടങ്ങുന്ന ഭൂമിയുടെ സദ്വനാവസ്ഥയും തെറ്റി. അതിനാൽ അങ്ങ് തെക്കേ ദിക്കിൽ പോയി സ്ഥിതി ചെയ്താലും. ഭഗവാന്റെ ആജ്ഞപ്രകാരം അഗസ്ത്യമുനി തെക്കോട്ട് യാത്രയായി. അദ്ദേഹം കുറ്റാലത്തെത്തിച്ചേർന്നു. അന്ന് കുറ്റാലം സുപ്രസിദ്ധമായൊരു വിഷ്ണുക്ഷേത്രമായിരുന്നു. നെറ്റിയിലും ശരീരത്തിലും ഭസ്മം ചേർത്തിയ അഗസ്ത്യമുനി അവിടെ എത്തിയപ്പോൾ വൈഷ്ണവന്മാർ അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു: ഹേ മുനി, ഇതൊരു വൈഷ്ണവ ക്ഷേത്രമാണ്. വൈഷ്ണവനല്ലാതെ ഒരുവനും ഇവിടെ പ്രവേശനമുണ്ടായിരിക്കുന്നതല്ല. വൈഷ്ണവന്മാരെ, ത്രിമൂർത്തികളിൽ ഭവാന്മാർ വേദം കൽപ്പിക്കുന്നത് എന്തിനെ? സാക്ഷാൽ സംഹാരമൂർത്തി രുദ്രഭഗവാൻ തന്നെയല്ലേ വിഷ്ണുവും. ത്രിമൂർത്തികളെ ഭേദത്തോടെ നോക്കുന്നത് നന്നല്ല. അഗസ്ത്യമുനിയുടെ ഈ വിധമുള്ള തത്വപ്രസ്താവനകൾക്കൊന്നും വൈഷ്ണവന്മാരെ പിന്തിരിക്കുവാനായില്ല. ഒടുവിൽ ഏവരും നോക്കി നിൽക്കവേ സ്വന്തം തപശക്തിയാൽ അഗസ്ത്യമുനി വൈഷ്ണവനായി മാറി. വൈഷ്ണവൻ മാറിക്കൊടുത്ത നടപ്പന്തലിലൂടെ മൊയ് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച് പെട്ടെന്ന് ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വിഷ്ണുവിന്റെ വിഗ്രഹം സ്വയം ശിവലിംഗമായി രൂപാന്തരപ്പെട്ടു. ലജ്ജിതരായ വൈഷ്ണവൻ നിൽക്കവേ അഗസ്ത്യമുനി ശിവലിംഗത്തെ നമിച്ച ശേഷം അവിടെ ഇരിപ്പുറപ്പിച്ചു. ഇതോടെ ഭൂമിയുടെ ചെരിവ് ക്രമത്തിലാകുവാൻ തുടങ്ങി. അന്നു മുതൽ കാണത്രേ കുറ്റാലം ക്ഷേത്രം ശിവക്ഷേത്രമായി പരിണമിച്ചത്. അടുത്തത് അംഗരാജ്യത്തിന് ആ പേരുണ്ടാകുവാൻ ഇടയായ സംഭവമാണ്. തുടരും.